പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ ഒരു പുതിയ ചിന്തയുമായി കടന്നു വരുവാൻ ദൈവമായ കർത്താവ് തന്ന വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ രാത്രിയുടെ വേളയിൽ പരിശുദ്ധാത്മാവ് വീണ്ടും അവന്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളല്ലേ, നമ്മുടെ ഹൃദയത്തിലെ ഓരോ വിചാരങ്ങൾക്കനുസരിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഞാനൊരു വാക്യം വായിക്കട്ടെ. കർത്താവ് തന്ന ആ വചനം നിങ്ങളുടെ മുൻപിൽ ഞാൻ ഷെയർ ചെയ്യട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 6-ാം അധ്യായം 11 തൊട്ട് 14 വരെ ഞാൻ വായിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11 തൊട്ട് 14 വരെ. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബേസനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാനരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മയും മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാനരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാനരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. സ്തോത്രം. ഈ വചനഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനത്തെ, അല്ലെ ഇസ്രായേൽ മക്കളെ, ഓരോ പ്രാവശ്യം ശത്രു അവരെ ഞെരുക്കുമ്പോൾ, അല്ലെ ജാതികളായ ശക്തികൾ അവരെ ഭരിച്ച് അവരുടെ സമ്പത്തും അവരുടെ നന്മകളും അപഹരിച്ചുകൊണ്ട് പോകുമ്പോൾ, അവരെ അടിമവേല ചെയ്യിപ്പിക്കുമ്പോൾ, അല്ലെ അവരെ ഉപദ്രവിക്കുമ്പോൾ, അതിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവത്തിന്റെ ജനത്തിൽ നിന്ന് ദൈവമായ കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന ഓരോ ഭക്തന്മാരുടെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. അതിൽ നിന്നൊരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ കടന്നു പോകുന്നത്, ഗിദെയോനെ കുറിച്ച്. ഈ ഭാഗത്തു നിന്ന് നിങ്ങൾ എല്ലാവരും ഒരുപാട് പ്രസംഗങ്ങളും ഒരുപാട് മെസ്സേജുകളൊക്കെ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് എന്തെങ്കിലും ഒന്ന് പുതിയത് സംസാരിക്കണമേ, കർത്താവെ എന്നോടൊന്ന് ഇടപെടണമേ, എന്റെ ഹൃദയത്തോടൊന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥനയോട് നമ്മൾ ദൈവസന്നിധിയിലായിരുന്നാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. ദൈവകരങ്ങളിൽ അതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഗിദെയോനെ കുറിച്ചാണ്. ഗിദെയോനെ കർത്താവ് എങ്ങനെ മാറ്റിയെടുക്കുന്നു? ഒരു ഭീരുവായ ഗിദെയോനെ, അല്ലെ ഭീരുവായ ഗിദെയോൻ പറയുകയാണ്, എനിക്ക് ഇതൊക്കെ ഒന്നും കഴിയത്തില്ല. കർത്താവെ നീ എന്താണ് പറയുന്നത്? ദൈവമായ കർത്താവ് അവനെ പല്ലയോ പരാക്രമശാലിയെ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ഗിദെയോൻ പറയുകയാണ്, അയ്യോ ദൈവമേ, അയ്യോ ദൈവമായ യഹോവേ. അവിടെ വ്യക്തമായിട്ട് ഗിദെയോൻ പറയുകയാണ്, അയ്യോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ആ രംഗം. ദൈവമായ കർത്താവ് അവനെ അയ്യോ പരാക്രമശാലിയെ എന്ന് വിളിക്കുമ്പോൾ ഗിദെയോൻ അവിടെ വളരെ ആശ്ചര്യത്തോടെ ദൈവത്തെ നോക്കി, അല്ലെ ആ ദൂതനെ നോക്കി പറയുകയാണ്, അയ്യോ യജമാനനെ, ഞാൻ പരാക്രമശാലി അല്ലല്ലോ. ഞാൻ പരാക്രമശാലി എങ്ങനെയാകുന്നത്? ദൈവമായ കർത്താവ് ഞങ്ങളെ ഇതുവരെ വിടുവിച്ച വഴികൾ, അല്ലെ മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന ദൈവം എവിടെ? ഞങ്ങളെ ഈ ശത്രുവിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഇന്നും ഞെരുങ്ങുവാണല്ലോ. ഞങ്ങളുടെ നന്മകളും ഞങ്ങളുടെ സമ്പത്തുകളും ഞങ്ങളുടെ അനുഗ്രഹങ്ങളും ഒക്കെയും ഇന്ന് ഈ ശത്രു കൊണ്ടുപോകുവാണല്ലോ എന്ന് ഗിദെയോൻ അവിടെ പറയുകയാണ്. അതായത് ദൈവത്തിന്റെ ആത്മാവ് അവനോട് പറഞ്ഞതിന് എതിരായിട്ടാണ് അവൻ പറയുന്നത്, ഞാൻ പരാക്രമശാലി അല്ല. നീ എന്താണ് ദൈവമേ പറയുന്നത്? ഞാൻ പരാക്രമശാലി അല്ല. ഒരു ഭീരുവിനെ പോലെ അവന്റെ നന്മകളെ ഒക്കെയും ശത്രു കൊണ്ടുപോകാതിരിക്കേണ്ടതിന് ഗിദെയോൻ അവിടെ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് അവിടെ സൂക്ഷിക്കുകയാണ് എന്നൊരു രംഗമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ദൈവം അവനോട് പറയുകയാണ്, നീ പരാക്രമശാലി തന്നെയാണ്. നമ്മൾ പലപ്പോഴും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മളൊരു ഭീരുവാണ്, അല്ലെ അവിടെ ഗിദെയോൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരുടെ കുലത്തിൽ ഏറ്റവും ചെറിയവനാണ്, ഏറ്റവും ചെറിയ വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെ. ദൈവത്തിന്റെ വചനം ഉടനീളം ദൈവം ഒരാളെ വിളിക്കുമ്പോൾ, അല്ലെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം ഒരാളെ തെരഞ്ഞെടുത്ത് കൊണ്ടുവരുമ്പോൾ ആ വ്യക്തി ദൈവത്തിന്റെ പദ്ധതിയെ മനസ്സിലാക്കാതെ, അല്ലെ ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് കാണുന്നത്, ദൈവത്തിന്റെ കാഴ്ചപ്പാടിനെ പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം നമ്മളെ തന്നെ താഴ്ത്തി കെട്ടുന്ന, അല്ലെ ആ കാഴ്ചപ്പാട് നമ്മളെ തന്നെ താഴോട്ട് കൊണ്ടുപോകുന്ന അനേക ദൈവത്തിന്റെ ഭക്തന്മാർ വചനത്തിലുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ് മോശയോട് ദൈവം പറഞ്ഞു, നീ എൻ്റെ ജനത്തെ വിടുവിക്കണം, മിസ്രൈമിൽ കടന്നുപോയി അവിടെ ഫറവോനോട് സംസാരിക്കണം, എൻ്റെ ജനത്തെ വിട്ടയക്കാൻ നീ പറയണമെന്ന് പറഞ്ഞപ്പോൾ മോശ അവിടെ പറയുകയാണ്, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ ദൈവമേ, എനിക്ക് കഴിയത്തില്ല, എനിക്ക് ജനത്തെ വിടുവിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. മോശ ഇത്രയും വലിയ അവിടെ നിന്ന് ഓടി വന്നവനാണ്. ഭീരുവായ അവിടെ മോശ വീണ്ടും ദൈവത്തോട് പറയുകയാണ്, എനിക്കിതൊന്നും കഴിയത്തില്ല. പല വ്യക്തികളും ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. യിരെമ്യാവിനെ ദൈവം ഉദരത്തിൽ വെച്ച് തന്നെ അഭിഷേകം ചെയ്തതാണ്. പക്ഷെ യിരെമ്യാവ് പറയുകയാണ്, അയ്യോ ദൈവമേ, അയ്യോ യഹോവേ, ഞാൻ ബാലനല്ലോ,
ഞാൻ എങ്ങനെ ഇതൊക്കെ ചെയ്യും? അതുപോലെയാണ് ഗിദെയോനും. പലപ്പോഴും കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി, അല്ലെ ദൈവിക വേലയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും ദൈവം ഓരോ ഉദ്ദേശത്തിനാണ് വിളിച്ചേക്കുന്നത് കേട്ടോ. നമ്മളെ ഓരോ വ്യക്തികളെ ദൈവരാജ്യത്തിൻ്റെ കർത്താവ് വിളിച്ച് വേർതിരിച്ച ഓരോ പ്രിയപ്പെട്ടവരെക്കുറിച്ചും ദൈവത്തിന് ഓരോ ഉദ്ദേശങ്ങളുണ്ട്. നിങ്ങൾ ചിന്തിക്കല്ലേ, എന്നെ ഒന്നും ദൈവവേലയ്ക്കൊന്നും അല്ല വിളിച്ചേക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന പോയി മിനിസ്ട്രി ചെയ്യാനോ സുവിശേഷ വേല ചെയ്യാനോ അല്ലായിരിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം വിളിക്കുമ്പോൾ അതിൻ്റെ വഴികൾ വേറെ ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ്. ആ പദ്ധതി എന്താണ് കർത്താവെ, അതിനുവേണ്ടി പൂർണ്ണമായി നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ, അല്ലെ അതിനുവേണ്ടി നമ്മളെ തന്നെ ദൈവകരങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. അത് മനസ്സിലാക്കണം നമ്മൾ ആരാണ്. ഇവിടെ ഗിദെയോനോട് ദൈവം പറയുകയാണ്, നീ പരാക്രമശാലിയാണെന്ന്, അല്ലേ? പക്ഷെ ഗിദെയോൻ പറയുകയാണ്, ഞാൻ പരാക്രമശാലി അല്ലെന്ന്. നമ്മളെക്കുറിച്ചൊക്കെ ദൈവം ഓരോ കാഴ്ചപ്പാട് ദൈവത്തിനുണ്ട്. ശത്രുവിന് നമ്മളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ ദൈവത്തിന് നമ്മളോടുള്ള കാഴ്ചപ്പാട് എപ്പോഴും നമ്മൾ അതിനെ അംഗീകരിക്കണം. അതായിരിക്കണം നമ്മുടെ ഫോക്കസ്, അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഉദ്ദേശം. നമ്മളെ കർത്താവ് കാണുന്നത്, ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഓരോ പദ്ധതിക്ക് വേണ്ടി ആ പേരുകളാണ് ദൈവം നമ്മളെ ഓരോരുത്തർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അല്ലാതെ പണ്ട് ഇസ്രായേൽ കനാൻ ദേശം ഉറ്റുനോക്കാൻ പോയ ആ 12 അല്ലെ 10 ഒറ്റുനോക്കുകാരെ പോലെ ഞങ്ങളുടെ കാഴ്ചയ്ക്ക് ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നിയെന്ന് പറയുന്നവരായി തീരല്ലേ നമ്മൾ. ഞങ്ങളവിടെ അനാക്കിൻ്റെ മല്ലന്മാരെ കണ്ടു. ആ മല്ലന്മാരുടെ മുൻപിൽ ഞങ്ങൾ വെറും വെട്ടിക്കിളികളായിരുന്നത്. നിങ്ങളും ഞാനും വെട്ടിക്കിളികളല്ല കേട്ടോ. നമ്മൾ ദൈവത്തിൻ്റെ പരാക്രമശാലികളാണ്. ഗിദെയോനെ പോലെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ചില വ്യക്തി ജീവിതങ്ങളെ, പരാക്രമശാലികളെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. ശത്രുവിൻ്റെ പാളയത്തെ തകർക്കുവാൻ, ശത്രുവിൻ്റെ കോട്ടകളെ ഇടിച്ചു കളയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രിയുടെ വേളയിൽ ചില വ്യക്തി ജീവിതങ്ങളെ ഈ വചനത്തിലൂടെ എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവം ഗിദെയോനോട് പറയുകയാണ്, നീ മിദ്യാന്യരെ. അപ്പം 14-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, അപ്പോൾ യഹോവ അവനെ നോക്കി. ആ വാക്യം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ദൈവം ഗിദെയോനെ നോക്കുകയാണ്. കാരണം ദൈവം നോക്കുമ്പോൾ ഗിദെയോനിൽ ദൈവം കാണുന്നത് ദൈവത്തിൻ്റെ ജനത്തെ വിടിവിക്കേണ്ട ഒരു ന്യായാധിപനെ, അല്ലെ ദൈവത്തിൻ്റെ ജനത്തെ, കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ വിടിവിക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ഒരു പാത്രത്തെയാണ് ദൈവം അവിടെ കാണുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന 14-ാം വാക്യത്തിൽ, അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാം, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. അവിടെ ദൈവം പറയുന്നു, നീ ഇസ്രായേലിനെ, അത് ദൈവം പറയുന്ന വേറൊരാളല്ല, നീ തന്നെ, ഒരു ദൂതം വന്നിറങ്ങുമല്ല, നീ തന്നെ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഒരൊറ്റ മനുഷ്യനെ പോലെ നീ തോൽപ്പിക്കുമെന്നാണ് ദൈവം അവിടെ പറയുന്നത്. കാരണം എന്താണ്? ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. അതായത് ദൈവമായ യഹോവ പറയുകയാണ്, നീ ഇസ്രായേലിനെ, നീ എൻ്റെ ജനത്തെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും, കാരണം ഞാനാണ് നിന്നെ അയക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഗിദെയോൻ അതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ, അല്ലെ വിശ്വസിക്കുവാൻ, ആ വിളിയെ, അവനെ ദൈവം വിളിച്ചിരിക്കുന്ന ആ കോളിങ്ങിനെ അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ അവന് കഴിയുന്നില്ല. കാരണം 15-ാം വാക്യത്തിൽ പിന്നെയും ഗിദെയോൻ പറയുകയാണ്, അവനോട്, അയ്യോ കർത്താവെ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും ഞാൻ പറഞ്ഞതുപോലെ ഗിദെയോൻ വീണ്ടും പറയുകയാണ്, ഞാൻ ചെറിയവനാണ്, എൻ്റെ കുലം ചെറിയതാണ്, എനിക്ക് കഴിവില്ല. നമ്മൾ പലപ്പോഴും ഇങ്ങനെയല്ലേ ദൈവസന്നിധിയിൽ പറയുന്നത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവെ ഞാൻ വെറുതെ ഒന്നുമല്ല, ഞാൻ ചെറിയ വ്യക്തിയാണ്, എനിക്കിതൊന്നും കഴിയത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ നിങ്ങളെ ദൈവം കാണുന്നത് അങ്ങനെയല്ല. ഒരു ചെറിയ വ്യക്തിയെ പോലല്ല കർത്താവ് നിങ്ങളെ കാണുന്നത്, ഒരു വെട്ടിക്കിളികളെ പോലെയല്ല ദൈവം നിങ്ങളെ കാണുന്നത്. അത് ശത്രുവാണ് നമ്മളെ കാണുന്നത്. നമ്മളെ തന്നെ കാണുന്നത് എങ്ങനെയാണോ അത് തന്നെയാണ് ശത്രു നമ്മളെ കാണുന്നത്. നമ്മളെ വെട്ടിക്കിളികളെ പോലെയാണ് കാണുന്നുണ്ടെങ്കിൽ സാത്താനും നമ്മളെ വെട്ടിക്കിളികളെ പോലെയാണ് കാണുന്നത്. പക്ഷെ ദൈവം നമ്മളെ ഇവിടെ പരാക്രമശാലിയെ എന്നാണ് കർത്താവ് ഗിദെയോനെ വിളിക്കുന്നത്. നിങ്ങളെയും എന്നെയും ഓരോരുത്തരെയും ദൈവം വിളിക്കുന്ന ഓരോ പേരുകളുണ്ട്. ആ പേരുകൾ എന്താണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി ആ വിളിക്കനുസരിച്ച് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ താഴ്ത്തി കൊടുക്കണം. ഇവിടെ പിന്നെയും ദൈവം പറയുകയാണ്, യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒറ്റ മനുഷ്യരെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു.
അതിനവൻ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കും നീ തന്നെ എന്നതിന് ഒരു അടയാളം കാണിച്ചു തരണമേ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ദൈവമായ കർത്താവ് അവനോട് പറയുകയാണ്, നീ മിഥ്യാനരെ ഒറ്റ മനുഷ്യരെ പോലെ തോൽപ്പിക്കും എന്നൊക്കെ കർത്താവ് വാഴ്ത്തത്തം ചെയ്യുകയാണ്, അവനോട് പ്രോമിസ് ചെയ്യുകയാണ്, നീ തന്നെ എൻ്റെ ജനത്തെ വിടുവിക്കും, ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ടും ഗിദെയോൻ അങ്ങോട്ടതൊന്നും ഉൾക്കൊള്ളുവാൻ അല്ലെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. നമ്മളും ഇങ്ങനെയല്ലേ പല വാഴ്ത്തത്വങ്ങളൊക്കെയും ദൈവമായ കർത്താവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അസാധ്യങ്ങളാണ് നമ്മുടെ മുൻപിലെങ്കിലും അതിനെ വിശ്വസിക്കുവാനൊന്നും നമുക്ക് കഴിയുന്നില്ല. പക്ഷേ ഈ ഗിദെയോനെ ദൈവം മാറ്റിയെടുക്കുകയാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി അല്ലെ ദൈവം ഒരു വാഴ്ത്തത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിശ്വാസത്തോടെ ഇരുന്നാൽ അല്ലെ ഈ മനോഭാവത്തോടെ, ഗിദെയോൻ ഇരുന്ന ഈ മനോഭാവത്തോടെ നമ്മൾ ഇരിക്കുന്നിടത്തോളം ദൈവത്തിൻ്റെ വാഴ്ത്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറത്തില്ല. ഈ ഗിദെയോനെ ദൈവം എങ്ങനെയാണ് മാറ്റിയെടുത്തത്? ഗിദെയോന്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ഗിദെയോന്റെ ഉള്ളിൽ അല്ലെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതെ, ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ചേഞ്ച് കടന്നു വരാതെ നമുക്ക് ഒരിക്കലും ഈ ശത്രുവിനെ ജയിക്കുവാൻ സാധിക്കത്തില്ല. നമ്മൾ വാഗൊണ്ട് പറഞ്ഞാലോ വാഴ്ത്തത്വം നമുക്ക് ദൈവം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാലൊന്നും ഒരിക്കലും ശത്രുവിനെ ജയിക്കുവാൻ സാധിക്കത്തില്ല. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു ക്രിയ ചെയ്യണം. പരിശുദ്ധാത്മാവ് ഗിദെയോന്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തതെന്ന് നമുക്ക് കാണാം. അതിനു മുൻപ് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, 12 പേരെ ഇസ്രായേൽ മോശയുടെ നേതൃത്വത്തിൽ 12 പേരെ അയച്ചുവല്ലോ ദേശം ഉറ്റുനോക്കുവാൻ, കനാൻ ദേശം ഉറ്റുനോക്കുവാൻ. അവരുടെ കാഴ്ചപ്പാടൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഞാനിവിടെ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റും. 12 പേരെ മോശ തിരഞ്ഞെടുക്കുകയാണ്, അല്ലെ ഇസ്രായേൽ ജനം തിരഞ്ഞെടുക്കുകയാണ്. എന്തിന്? കനാൻ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി 12 പേരെ അയച്ചു. അതിൽ 2 പേരാണ് കാലേബും ജോഷുവയും. 10 പേരുടെ പേരൊന്നും നമുക്ക് ഓർമ്മയില്ലല്ലേ. നമ്മൾ ആ 10 പേരുടെ പേര് അറിയാൻ പോലും ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളും തോൽവികളും ഒന്നും നമ്മൾ ഓർക്കുവാൻ ഇഷ്ടപ്പെടുന്നവരല്ലല്ലോ. നമ്മൾ ആരും നമ്മുടെ പരാജയങ്ങളൊന്നും ഓർക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മൾ പരാജയപ്പെടാനല്ലല്ലോ നമ്മൾ കർത്താവിൽ വന്നത്, നമ്മൾ ജയിക്കുവാനാണ്. അതുകൊണ്ട് നമ്മൾ മോശയുടെയും കാലേബിൻ്റെയും പേര് നമ്മൾ അവിടെ ഓർക്കുന്നത്. ഈ 12 പേരും ദേശം ഉറ്റുനോക്കുവാൻ പോകുമ്പോൾ 10 പേരും അവിടെ കാണുന്നത്, കനാൻ ദേശത്ത് കാണുന്നത് അനാക്യ മല്ലന്മാരെയാണ് കാണുന്നത്. അവിടെ വാഴ്ത്തത്വങ്ങളൊക്കെ അവർ കണ്ടു. ദേശം നല്ലതാണ്, പാലും തേനും ഒഴുകുന്ന ദേശമാണ്, ഫലവത്തായ ദേശമാണെന്നൊക്കെ എല്ലാവരും കണ്ടുവെങ്കിലും ഈ 10 പേരുടെ ഫോക്കസ് അല്ലെ ഈ 10 പേര് കൂടുതലും ഫോക്കസ് ചെയ്തത് എന്തിനെയാണ്? അനാക്കിൻ്റെ മല്ലന്മാരെയാണ്. അല്ലെ ഈ മല്ലന്മാരെയാണ് അവർ കൂടുതലും, അവരുടെ മുൻപിൽ നിൽക്കുന്ന ആ ദേശത്തിലെ ശത്രുവിനെയാണ് അവർ വലുതാക്കി അവർ കാണുന്നത്. ദൈവത്തെ അല്ല അവരവിടെ വലുതാക്കി കാണുന്നത്. ആ ഭാഗം നിങ്ങൾ വായിച്ചാൽ സംഖ്യാപുസ്തകം അതിൻ്റെ 13-ാം അധ്യായത്തിലാണ് ആ ഭാഗം കാണുന്നത്. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 17 തൊട്ട് നിങ്ങൾ വായിച്ചാൽ അവിടെ കാണാൻ സാധിക്കുന്നത്, അവർ പറയുന്നത് ഞങ്ങൾ ആ ദേശം കണ്ടു, ദേശമൊക്കെ നല്ലതാണ്, പക്ഷെ അവിടെ അനാക്കിൻ്റെ മല്ലന്മാരെയും ഞങ്ങൾ കണ്ടു, അവരുടെ കാഴ്ചയ്ക്ക് ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ ആയിരുന്നു, ആ ദേശമൊന്നും നമുക്ക് പിടിച്ചെടുക്കുവാൻ കഴിയത്തില്ല, അവർ നമ്മളെക്കാളും ബലവാന്മാരും ശക്തന്മാരുമാണ് എന്നാണ് ഈ 10 പേര് പറയുന്നത്. അവരുടെ ഫോക്കസ് അല്ലേ അവർ കാണുന്നത് മല്ലന്മാരെയാണ്. പക്ഷെ ഈ 2 പേര്, 12 പേരെയാണല്ലോ അയച്ചത്, ഈ 10 പേരല്ലാതെ ഈ 2 പേര് കാലേബും ജോഷുവയും അവിടെ കാണുന്നത് അനാക്യ മല്ലന്മാരെ അല്ല അവർ കണ്ടത്. അവർ ആ ദേശത്തിലെ അനുഗ്രഹങ്ങളെയാണ് കണ്ടത്, ആ ദേശത്തിലെ വാഴ്ത്തത്വങ്ങളെയാണ് കണ്ടത്. പാലും തേനെന്ന് ഒഴുകുന്ന ദേശവും മുന്തിരിക്കൊലയും അവിടുത്തെ നന്മകളും ഒക്കെയാണ് ഈ 2 പേര് കണ്ടത്, കാലേബും യോശുവയും. അവർ കണ്ടത് ദൈവത്തെയാണ് അവിടെ കണ്ടത്. അപ്പോൾ 10 പേരെന്താണ് കണ്ടത്? 10 പേര് കണ്ടത് അനാക്കിൻ്റെ മല്ലന്മാരെയും, 2 പേര് കണ്ടത് മുന്തിരിക്കൊലയാണ് കണ്ടത്. അവർ ദൈവത്തെയാണ് കണ്ടത്. അപ്പം നമ്മൾ ഏതിനെയാണ് കാണുന്നത്? അതാണ് നമ്മൾ എന്തിനെയാണോ ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്തിനെയാണോ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്, ദൈവത്തിനെയാണോ അത് ദൈവം തന്ന വാഴ്ത്തങ്ങളെയാണോ നമ്മൾ മുന്നിൽ വെച്ച് നോക്കുന്നതെങ്കിൽ നമ്മൾ ആ കാലേബും ജോഷുവെ പോലെയാണ്. നമുക്ക് ദേശം പിടിച്ചെടുക്കുവാൻ കഴിയും എന്നാണ് കാലേബ് ജനത്തോട് പറയുന്നത്. കാലേബ് ജനത്തെ അവസാനം അമർത്തുകയാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് വെർഷനിൽ നിങ്ങൾ വായിച്ചാൽ, കിങ് ജെയിംസ് വേർഷനിൽ വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്ന അവൻ ജനത്തെ അമർത്തി, അല്ലെങ്കിൽ ആ ജനത്തെ മിണ്ടാതാക്കി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് രീതിയിൽ പറഞ്ഞാൽ ഷട്ടപ്പ് എന്ന് പറഞ്ഞു. അതായത് ബാക്കിയുള്ള ജനത്തെ ആ 10 പേരെയും കാലേബ് അമർത്തുകയാണ്, പറയുകയാണ് ഇനി മിണ്ടരുതെന്ന്. അതായത് ഇത്രയും നെഗറ്റീവ് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ട് കാലേബ് അവിടെ ജനത്തോട് പറയുകയാണ് ഇനി നിങ്ങൾ മിണ്ടരുത്, ജനത്തെ മിണ്ടാതാക്കി. എന്നിട്ട് കാലേബ് പറയുകയാണ് ദൈവമായ കർത്താവ് നമുക്ക് ആ ദേശം തരും, ദൈവം നമ്മളോട് പറഞ്ഞ വാഴ്ത്തത്വം അല്ലെ ആ അനുഗ്രഹങ്ങൾ നമുക്കുള്ളതാണ് എന്ന് കാലേബ് അവിടെ ഉറപ്പിച്ച് ഈ ജനത്തോട് പറയുകയാണ്.
അവിടെ കാണാൻ സാധിക്കുന്ന ഈ 10 പേര് ഇത്രയും കാര്യങ്ങൾ വിവരിച്ചിട്ട് ഒരു വട്ടം പോലും ദൈവത്തെ അവർ പറഞ്ഞില്ല, അല്ലെ ദൈവം, അവരുടെ ദൈവമായ കർത്താവിൻ്റെ പേര് അവർ ആ അത്രയും സംഭാഷണത്തിൽ പറയുന്നില്ല. പക്ഷേ കാലേബ് അവിടെ പറയുമ്പോഴെല്ലാം ദൈവമായ യഹോവ നമ്മുടെ ദൈവം നമുക്ക് തരും, അവൻ്റെ വായിൽ അത് മാത്രമാണ് അവർ ഫോക്കസ്. നമ്മളൊക്കെ കണ്ടിട്ടില്ലേ, പലപ്പോഴൊക്കെ ആൾക്കാരൊക്കെ നമ്മുടെ മുന്നിൽ കടന്നു വരും, ചില ജീവിതങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ കടന്നു വരുമ്പോൾ, അല്ലെ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് കടന്നു വരുന്ന വാക്കുകൾ, അല്ലെ അവർ നമ്മളോട് ഇടപെടുന്ന അവരുടെ രീതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഫോക്കസ് എന്താണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടു. നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന സംസാരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, അവരുടെ ജീവിതത്തിലെ ഫോക്കസ് എന്താണെന്ന് അവരുടെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെഗറ്റീവ് മാത്രമാണ് ചിലർ പറയുന്നത്, അല്ലേ? നിങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ഭയങ്കര ഭാരത്തിലൊക്കെ ആയിരിക്കാം, ഭയങ്കര വിഷമത്തിലായിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വിശ്വാസി, അല്ലെ വേറൊരു വ്യക്തി നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നമ്മളോട് എങ്ങനെയാണ് ആ വ്യക്തി സംസാരിക്കുന്ന ആ വ്യക്തിയുടെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഈ വ്യക്തിയുടെ ഫോക്കസ് എന്താണ്. ഇവൻ കാലേബിനെ പോലാണോ മുന്തിരിങ്ങക്കൊല നോക്കി, അല്ലെ ദൈവത്തിന്റെ വാഴ്ത്തത്വങ്ങളെ നോക്കുന്നവനാണോ, അതോ അനാക്കിന്റെ മല്ലന്മാരെ നോക്കുന്നവനാണോ എന്ന് വ്യക്തമായി ആ വ്യക്തിയുടെ കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ മുൻപിൽ അങ്ങനെ ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വരുവാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. കാരണം അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ കയ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അവിശ്വാസം ഉളവാക്കുവാൻ കഴിയും. അങ്ങനെയാണ് ഈ 10 പേര് ഇസ്രായേൽ ജനത്തിൻ്റെ ഉള്ളിൽ അവിശ്വാസത്തെ ഉളവാക്കിയത്. അവിശ്വാസത്തെ അവരിൽ വർദ്ധിപ്പിച്ചത് ഈ 10 പേരുടെ വാക്കുകളാണ്. അവരെ ക്ഷയിപ്പിച്ചത്, അല്ലെ അവരുടെ വാഴ്ത്തത്തിൽ നിന്ന് അവരെ പിൻവാങ്ങിപ്പിച്ചത് ഈ 10 പേരുടെ വാക്കുകളാണ്. നമ്മുടെയും ഒക്കെ ആത്മീയ ജീവിതത്തിൽ, അല്ലെ ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ പല വ്യക്തികളുമായിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്, അല്ലേ? നമ്മുടെ വാഴ്ത്തത്വങ്ങളെ, അല്ലെ നമ്മുടെ വിശ്വാസത്തെ തളർത്തി കളയുന്ന ഒരു കൂട്ടത്തിലും, ഒരു സംസാരത്തിലും, ഒരു വ്യക്തി ജീവിതത്തിന് മുന്നിലും നമ്മൾ നിൽക്കാൻ പാടില്ല ദൈവമക്കളെ. കാരണം നമ്മുടെ വാഴ്ത്തത്വങ്ങൾ തകർന്നു പോകാൻ നമ്മൾ ഇങ്ങനെയുള്ള സംസാരങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്ന്, അവിശ്വാസത്തിൻ്റെ വാക്കുകളിൽ നിന്നാണ്. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളെയും കൂട്ടങ്ങളെയും ഒക്കെ പരമാവധി നമ്മൾ ഒഴിവാക്കണം കേട്ടോ. എപ്പോഴും വിശ്വാസത്തിൻ്റെ വാക്കുകൾ, അങ്ങനെയുള്ള സംസാരിക്കുന്ന വ്യക്തികളുടെ അടുത്ത് നമ്മൾ പോയാൽ, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്ന വ്യക്തികളുടെ അടുത്ത് പോയാൽ നമുക്ക് തന്നെ ഒരു പ്രചോദനം കിട്ടും, നമുക്ക് ആത്മീക വർധനവുണ്ടാകും. അങ്ങനെയുള്ള വ്യക്തികളുടെ മുൻപിലേ നിങ്ങൾ സംസാരിക്കാവൂ കേട്ടോ. നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് തിരിച്ചു വരാം. ഇവിടെ ഗിദെയോനോട് ദൈവം പറഞ്ഞ കാര്യം ഗിദെയോൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അല്ലേ? ഗിദെയോൻ അവിടെ ഒരു വിശ്വാസമാകുന്നില്ല. എങ്ങനെ എന്നിൽ നിന്ന് ദൈവം ഇസ്രായേൽ ജനത്തെ മിഥ്യാനരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും? ദൈവമായി കാണാൻ സാധിക്കുന്നത് ഗിദെയോന്റെ ജീവിതത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തിയാണ് കർത്താവ് അവിടെ ചെയ്യുന്നത്. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് വന്നാൽ, ഞാൻ ആ വാക്യം വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6:20. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനോട്, മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ ചാറ് അതിന്മേൽ ഒഴിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു. യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടു. ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു. സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ ദൂതൻ ഒരു വലിയ പ്രവൃത്തി ഗിദെയോന്റെ ജീവിതത്തിൽ ചെയ്യുകയാണ്. ഗിദെയോന്റെ ഉള്ളിൽ നിന്നുള്ള അവിശ്വാസം, ഗിദെയോന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ ഉളവാക്കാൻ വേണ്ടി യഹോവയുടെ ദൂതൻ അവിടെ വലിയൊരു ദൈവപ്രവൃത്തി അവിടെ ചെയ്യുകയാണ്. എന്താണ് അവിടെ ചെയ്തത്? ഗിദെയോനോട് ദൈവം പറയുകയാണ്, നീ എന്ത് ചെയ്യണം? മാംസം എടുക്കണം. മാംസം എന്ന് പറയുന്നത് കാണിക്കുന്നത് എന്താണ്? നമ്മുടെ ജഡത്തെയാണ് കാണിക്കുന്നത്. മാംസം എന്ന് പറയുന്ന ജഡത്തെ. പുളിപ്പില്ലാത്ത വടകൾ എടുക്കണം. പുളിപ്പില്ലാത്ത അപ്പം, അല്ലെ വടകൾ എന്ന് പറഞ്ഞാൽ പാപത്തെയാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു പാറമേൽ വെക്കണം. അങ്ങനെയല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്. മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ ചാറ് അതിന്മേൽ ഒഴിക്കുക എന്ന് കൽപ്പിച്ചു. മാംസവും നമ്മുടെ ജഡം, പുളിപ്പില്ലാത്ത വടകൾ എന്ന് പറഞ്ഞാൽ സിൻ, അല്ലെങ്കിൽ പാപം. ഈ പാറമേൽ, പാറ ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ മുകളിൽ നമ്മുടെ ജഡങ്ങളും, നമ്മുടെ ജഡാഭിലാഷങ്ങളും, നമ്മുടെ പാപങ്ങളും നമ്മൾ ഏൽപ്പിച്ച് ക്രിസ്തുവിൻ്റെ മേൽ നമ്മൾ ഏൽപ്പിക്കും. അവിടെ ഏത് തീയാണ് ഇറങ്ങുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങുമ്പോൾ ഈ അശുദ്ധമായത്, ഈ പാപത്തിൻ്റെ, ഈ ജഡത്തിൻ്റെതായ എല്ലാ വികാരങ്ങളും, അല്ലെ ജഡത്തിൻ്റെതായ എല്ലാ ചിന്തകളും, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വിശ്വാസങ്ങളും അവിടെ മാറിപ്പോവുകയാണ്. ദൈവത്തിൻ്റെ തീ, അല്ലെ യഹോവയുടെ അഗ്നി അവിടെ പ്രവർത്തിക്കുകയാണ്. യഹോവയുടെ അഗ്നി അവിടെ കത്തിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വെളിപ്പാടാണ് ഈ ഭാഗത്ത് നമുക്ക് വായിക്കാൻ സാധിക്കും. ഞാനിത് വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ, യേശുവിൻ്റെ വെളിപ്പാട് വീണ്ടും ഇവിടെ വെളിപ്പെടുകയാണ്. എപ്പോഴും ഞാൻ പറയാനുള്ള പഴയ നിയമത്തിൽ എല്ലാ ഭാഗത്തും കർത്താവിൻ്റെ വെളിപ്പാടാണ്. ഈ ബൈബിള് മുഴുവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. ഒരു കഥാപുസ്തകമല്ല ഇത്.
ഇവിടെ കാണുന്ന ഒരു പോയമോ കവിതകളോ അല്ല. ഇത് മൊത്തവും കർത്താവ് യേശു ക്രിസ്തുവിന് വെളിപ്പാട്. ഇവിടെ കാണുന്നത് പാറമേൽ നീ മാംസം വെച്ച് പുളിപ്പില്ലാത്ത വടകളിട്ട് അതിന്മേൽ യഹോവയുടെ ദൂതൻ എന്ത് ചെയ്യുകയാണ്? തീയിടുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീ ജഡത്തിന്മേൽ ഇറങ്ങുമ്പോൾ, നമ്മുടെ മൺശരീരങ്ങളിന്മേൽ അല്ലെ നമ്മളിൽ ഉള്ളിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ജഡീകമായിട്ടുള്ള എല്ലാ അവിശ്വാസങ്ങളും ചിന്തകളും അവിടെ മാറി ഗിദെയോന്റെ മേൽ വലിയൊരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. ഈ വചനത്തിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കും? നമ്മൾ ദൈവസന്നിധിയിൽ അടുക്കും തോറും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാ വിശ്വാസങ്ങളും മാറി നമ്മുടെ മൈൻഡ് സെറ്റേ അങ്ങ് മാറിപ്പോവുക. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അവിശ്വാസമല്ല. അല്ലെ ഗിദെയോൻ ഇത്രയും നേരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പിന്നീട് അങ്ങോട്ട് ഗിദെയോന്റെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് സംഭവിക്കുന്നത്. ഇത്രയും നേരം ഗിദെയോൻ അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയ്യോ യജമാനനെ, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ എങ്ങനെ ചെയ്യും? ഞാൻ ചെറിയവനല്ലോ, എനിക്കിത് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ ഈ ഒരു പ്രവൃത്തി കഴിഞ്ഞിട്ട് അല്ലെ ദൈവത്തിന്റെ ദൂതൻ അവിടെ ദൈവത്തിന്റെ തീ ഇറങ്ങിയപ്പോൾ ഗിദെയോന്റെ മാനസികമായിട്ടുള്ള ചിന്തകളല്ലേ, അവൻ്റെ മെൻറ്റാലിറ്റി, അവൻ്റെ മൈൻഡ് സെറ്റപ്പേ കംപ്ലീറ്റ് അവിടെ മാറിപ്പോവുകയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കണം, മാനുഷികമായിട്ട് നമുക്ക് നമ്മുടെ വാഴ്ത്തത്വങ്ങളെ അവകാശമാക്കുവാൻ അല്ലെ ശത്രുവിനെ ജയിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങിയാലേ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിച്ച് നമ്മളൊരു വേറെ വ്യക്തിജീവിതമായി മാറിയാലേ, അല്ലെ ദൈവത്തിൻ്റെ ആത്മീയ മനുഷ്യനായി മാറുമ്പോഴേ നമുക്ക് നമ്മുടെ വാഴ്ത്തത്വങ്ങളെ അവകാശമാക്കി എടുക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഗിദെയോന്റെ ജീവിതത്തിൽ ദൈവം വലിയൊരു ദൈവപ്രവൃത്തി ചെയ്യുകയാണ്. കർത്താവിൻ്റെ തീ അവൻ്റെ മാനസികമായിട്ടുള്ള എല്ലാ ചിന്തകളെ മാറ്റി അവനെ സ്ട്രോങ് ആക്കി മാറ്റി കേട്ടോ. അതൊക്കെ കഴിഞ്ഞാണ് ഗിദെയോൻ അവിടെ എന്ത് ചെയ്യുന്നത്? ഗിദെയോൻ പറയുകയാണ് 22-ാം വാക്യത്തിൽ പറയുകയാണ്, അയ്യോ ഞാൻ അഭിമുഖമായി ദൈവത്തെ കണ്ടല്ലോ. അന്നേരമാണ് അവന് മനസ്സിലാകുന്നത്, അവൻ്റെ മനസ്സിലെ ആ ഒരു ചിന്താഗതികൾ, പഴയ അവിശ്വാസങ്ങളെല്ലാം മാറി അവൻ മനസ്സിലാക്കുന്നത്, ഞാൻ ദൈവത്തെ കണ്ടു, ഇനി എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ കർത്താവിന് വേണ്ടി അന്ന് രാത്രി, അതിൻ്റെ 25-ാം വാക്യത്തിൽ നിങ്ങൾ കാണാൻ സാധിക്കും, അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചു. അപ്പം അത് കഴിഞ്ഞ് അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന പ്രവൃത്തികളാണ് ശത്രുവിനെ ജയിക്കുവാൻ അല്ലെ മിദ്യാന്യരെ ജയിക്കുവാൻ ദൈവം എങ്ങനെയാണ് ഗിദെയോനെ ഉപയോഗിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഭാഗം നമ്മൾ കാണുമ്പോൾ മൊത്തം ആ അധ്യായം 6, 7, 8 അധ്യായം ഒക്കെ നിങ്ങൾ വായിക്കണം കേട്ടോ. ആ ഭാഗങ്ങൾ മുഴുവൻ നിങ്ങൾ ഈ 3 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഗിദെയോനെ ദൈവം എങ്ങനെ മാറ്റിയെടുത്തു, അല്ലെ ഗിദെയോന്റെ ആ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് നടന്നത്, ശൗലിനെയൊക്കെ ദൈവം മാറ്റിയത് എങ്ങനെയാണില്ലേ, പരിശുദ്ധാത്മാവ് ശൗലിന്റെ മേൽ വന്നപ്പോൾ അല്ലെ ദൈവമായ കർത്താവ് എന്നെ മാറ്റിയെടുത്ത് ഒറ്റ സെക്കൻഡ് കൊണ്ടായിരുന്നു അല്ലെ. ഒരു ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് കർത്താവ് ശൗലിനോട് ഇടപെട്ടപ്പോൾ അവന്റെ മൊത്തം ശൗലിനെ ദൈവം മാറ്റിയെടുത്തു. ദൈവരാജ്യത്തിനെതിരായി നിന്നവൻ അല്ലെ, കർത്താവിന് പ്രതികൂലമായി നിന്നവനെ ദൈവം എങ്ങനെയാണ് രൂപാന്തരപ്പെടുത്തിയെടുത്തത്, അതുപോലെ തന്നെയാണ് ഇവിടെ ഗിദെയോന്റെ ചിന്താഗതികളെ മൊത്തവും ദൈവം കരിച്ചു കളഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ തീയാൽ അവൻ്റെ അവിശ്വാസത്തെ മുഴുവൻ മാറ്റി ദൈവം അവൻ്റെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ, വലിയൊരു ചേഞ്ച് അവിടെ വരുത്തുകയാണ്. ആ ചേഞ്ച് കഴിഞ്ഞപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? 6-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം നമ്മൾ കാണുമ്പോൾ, അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള 2-ാമത്തെ കാളയെ കൊണ്ട് ചെന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അക്ഷേര പ്രതിഷ്ഠയെ വെട്ടിക്കളയുക. അപ്പൊ ഇപ്പോൾ ദൈവം അവനോട് പറയുന്ന കാര്യം, ഒരിക്കലും ഗിദെയോൻ ഈ ഒരു സംഭവത്തിന് മുൻപ് ഗിദെയോന് ചെയ്യാൻ പറ്റത്തേയില്ല. കാരണം ഗിദെയോന്റെ അപ്പൻ എന്ന് പറയുന്നത് ഈ ബാലിന്റെ പ്രതിഷ്ഠ സേവിക്കുന്നവൻ വിഗ്രഹാരാധിയാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ ദൈവം ഗിദെയോനെ മാറ്റിയില്ലായിരുന്നെങ്കിൽ, ഗിദെയോന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ, ദൈവത്തിന്റെ തീ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഗിദെയോൻ ഇവിടെ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ചെയ്യത്തില്ലായിരുന്നു. അവൻ്റെ അപ്പൻ്റെ ഈ അക്ഷേര പ്രതിഷ്ഠയെ വെട്ടിക്കളയുവാൻ ഒരിക്കലും അവന് ധൈര്യം വരത്തില്ല. നമ്മുടെയൊക്കെ ഉള്ളിൽ ധൈര്യം തരുന്ന ആരാ? അപ്പോൾ പരിശുദ്ധാത്മാവല്ലേ. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നത്തെ ജയിക്കുവാൻ, കർത്താവേ എനിക്ക് കഴിയത്തില്ല, അയ്യോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്കിതിന് മുൻപിൽ ചാടിക്കടക്കുവാൻ സാധിക്കത്തില്ല, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട എന്തിനു വേണ്ടിയാണെന്നറിയോ? പ്രശ്നങ്ങൾ മാറാനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, പ്രശ്നത്തെ ജയിക്കുവാൻ ദൈവമേ എനിക്ക് നിന്റെ ശക്തി തരണമേ, നിന്റെ കൃപ എൻ്റെ മേൽ പകരണമേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തിയാണ് പ്രശ്നത്തിൽ നിന്ന് അല്ലെ ഈ പ്രതികൂലത്തിൽ നിന്ന്, ഏത് പ്രതികൂലത്തിൽ നിങ്ങളെ കരകയറ്റുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ ഇവിടെ ഗിദെയോൻ എന്താണ് ചെയ്യുന്നത്?
ബാലിന്റെ ബലിപീഠം, ബാലെന്ന് പറയുന്നത് തന്നെ സാത്താനാണ്. സാത്താന്റെ ബലിപീഠത്തെ അല്ലെ ശത്രുവിന്റെ ബലിപീഠത്തെ അവന്റെ വീട്ടിൽ നിന്ന് അല്ലെ ഭവനത്തിൽ നിന്ന് ആദ്യം നീക്കിക്കളയുന്ന ആര്? ഗിദെയോൻ. അപ്പം നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുമ്പോൾ, നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളെ മാറ്റിയെടുക്കുമ്പോൾ ആദ്യം ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന എവിടാണ്? നമ്മുടെ ഭവനത്തിലാണ്, അല്ലെ നമ്മുടെ കുടുംബത്തിലാണ് വ്യത്യാസങ്ങൾ വരുന്നത്. നമ്മൾ ആദ്യമേ ഇറങ്ങി ദേശത്തിറങ്ങി പ്രവർത്തിക്കുമല്ല. ദൈവത്തിന്റെ ആത്മാവ് ഒരുവനെ മാറ്റിയാലുണ്ടല്ലോ, കർത്താവ് അവന്റെ വ്യക്തി ജീവിതത്തിൽ ദൈവം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഭവനത്തിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ശത്രു ആദ്യം നമ്മുടെ ഭവനത്തിനകത്ത് കയറുന്നത് കേട്ടോ. ആദ്യം നമ്മളിൽ കയറി നമ്മളെ വേറെ ഒരു രീതിയിലാക്കി മാറ്റും. ദൈവത്തിന് വിരോധമായുള്ള ചിന്തകളും അവിശ്വാസങ്ങളും എല്ലാം വന്ന് പിന്നെ മാറ്റുന്നത് എന്താ? നമ്മുടെ ഭവനത്തിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഭവനത്തിൽ അവന്റെ സകല പ്രവൃത്തികളും ചെയ്ത് നമ്മുടെ നന്മകളെ മുടക്കി ശത്രുവായവൻ എല്ലാം തകർക്കുന്നത് നമ്മുടെ ഭവനത്തിലാണ്. പിന്നാണ് ദേശത്ത് അവന്റെ വ്യാപാരം ഇറക്കുന്നത്, അവന്റെ ശക്തി ഇറക്കുന്നത്. അപ്പം ദൈവമായ കർത്താവ് അവിടെ ഗിദെയോനെ മാറ്റുന്നു. ഗിദെയോന്റെ മേൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിഞ്ഞിട്ട് ദൈവം അവന്റെ ഭവനത്തിലാണ് വ്യത്യാസം വരുത്തുന്നത്. അവന്റെ ഭവനത്തിൽ എന്തുണ്ട്? വലിയൊരു അശേറ പ്രതിഷ്ഠയുണ്ട്. ഈ അശേര പ്രതിഷ്ഠ വെട്ടിക്കളയാൻ ദൈവമായ കർത്താവിനോട് കൽപ്പിക്കുകയാണ്. ഈ അശേര പ്രതിഷ്ഠ വെട്ടിക്കളയാനുള്ള ധൈര്യം, അല്ലെ ഈ അശേര പ്രതിഷ്ഠയെ തകർത്ത് കളയാനുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപ ഗിദെയോന് ലഭിക്കുകയാണ് ഈ ഒരു സംഭവം കഴിഞ്ഞ പിന്നെ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അല്ലെ നിങ്ങളുടെയൊക്കെ ഭവനത്തിൽ ശത്രുവായവൻ വിളയാടുന്നുണ്ടെങ്കിൽ, അവൻ്റെ തന്ത്രങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങളുടെ നന്മകളുടെ മേൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ആരോടും പ്രാർത്ഥിക്കാൻ പറയണ്ട, ആരോടും പോയി ബന്ധനം അഴിക്കുക എന്ന് പറയാൻ പോകണ്ട, ഒരു ദൈവദാസന്മാരുടെ അടുത്ത് നിങ്ങൾ പോയി മുട്ടുകുത്തണ്ട. ദൈവത്തിൻ്റെ മുന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങ് വീഴ്. കർത്താവ് നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്ത ഈ ശക്തി നമ്മുടെ മൺകൂടാരങ്ങൾ വ്യാപരിച്ചു കഴിഞ്ഞാൽ, ഈ ശക്തിയുടെ ട്രാൻസ്ഫോർമേഷൻ അല്ലെ ഈ വ്യത്യാസം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ, ഏത് അക്ഷര പ്രതിഷ്ഠകളും ബാലിന്റെ വിഗ്രഹങ്ങളൊക്കെ തകർന്നു പോകും. നമ്മുടെ ഭവനത്തിൽ നിന്ന് തകർന്നാൽ നമ്മുടെ ദേശത്തു നിന്നും മാറും. അപ്പൊ എങ്ങനെയാണ് ഭവനത്തിൽ നിന്ന് ദേശത്തിലേക്ക് ദൈവമായ കർത്താവ് ഗിദെയോനെ എടുത്ത് ഉപയോഗിച്ചെന്ന് നമുക്ക് കാണാം. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന അടുത്തത് 6:26 വാക്യത്തിൽ പിന്നെയും കാണും. ഈ അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളഞ്ഞിട്ട് എന്താണ് അവിടെ ചെയ്യുന്നത്? ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെടുത്ത് നീ വെട്ടിക്കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിറക് കൊണ്ട് ഹോമയാഗം കഴിക്കാം. അപ്പം ഗിദെയോനോട് ദൈവം പറയുകയാണ്, നീ അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളയണം. അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത്? നിയമപ്രകാരം ദൈവത്തിന്റെ യാഗപീഠം പണിയണം. അതായത് ദൈവമായ യഹോവയുടെ യാഗപീഠം നിന്റെ ഭവനത്തിനകത്ത് നീ പണിയണം. ശത്രുവിന്റെ അശേര പ്രതിഷ്ഠ വെട്ടിക്കളഞ്ഞാൽ പോരാ. നമ്മുടെ ഭവനത്തിലുള്ള ശത്രുവിന്റെ പദ്ധതികളെ നമ്മൾ വെട്ടിമാറ്റിയാൽ പോരാ. പക്ഷെ അതിനകത്ത് നമ്മൾ എന്തും കൂടെ ചെയ്യണം. നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ അല്ലെ ദൈവമായ കർത്താവിന്റെ യാഗപീഠം കൂടെ നമ്മൾ പണിയണം. പ്രാർത്ഥനയാകുന്ന യാഗപീഠം നമ്മുടെ തലമുറകളുടെ മേൽ അത് പണിയണം. നമ്മുടെ ഭവനത്തിനകത്ത് അത് പണിയണം. നമ്മുടെ കുടുംബജീവിതത്തിൽ അത് പണിയണം. അത് പണിത് കഴിയുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് കർത്താവ് നമ്മളെ ഇറക്കുന്നത്. ഈ യാഗപീഠം പണിത് കഴിയുമ്പോൾ എങ്ങനെയാണ് പണിയുന്നത്? അതും കർത്താവ് വ്യക്തമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിയമപ്രകാരം അവന്റെ വചനത്തിന് അനുസരണമായി നമ്മൾ പണിയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ തീർച്ചയായിട്ടും വെളിപ്പെടും. അത് കഴിഞ്ഞിട്ട് കർത്താവ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗിദെയോൻ പിന്നെ ദേശത്തിലേക്ക് ഇറങ്ങിയാണ്. അതായത് ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ വേണ്ടി ഗിദെയോൻ റെഡിയായി, ഗിദെയോൻ പ്രാപ്തനായെന്ന് ദൈവത്തിന് മനസ്സിലായി. ഗിദെയോൻ മൊത്തത്തിൽ കർത്താവിന് വേണ്ടി റെഡിയായി കഴിഞ്ഞു. അവന്റെ ഭീരത്വമൊക്കെ മാറി, അവിശ്വാസമൊക്കെ മാറി. ഗിദെയോൻ ഒരു വേറെ വ്യക്തിയായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ദേശത്തിറങ്ങുവാൻ അവൻ റെഡിയായെന്ന് ദൈവത്തിന് മനസ്സിലായപ്പോൾ 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗിദെയോൻ എന്താ ചെയ്യുന്നത്? ഗിദെയോന്റെ പേര് തന്നെ മാറി കേട്ടോ. നമ്മളെയൊക്കെ ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ നമ്മുടെ അകം മാത്രമല്ല മാറുന്നത്, പേരുകൂടെ ദൈവം അങ്ങ് മാറ്റും. ഗിദെയോൻ എന്ന യെരുബാലും അവൻ്റെ പേര് മാറ്റി യെരുബാൽ എന്നായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഗിദെയോൻ എന്താ ചെയ്യുന്നത്? യഹോവ ഗിദെയോനോട്, അവിടെ 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. യഹോവ ഗിദെയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ദൈവം അവനോട് പറയുകയാണ്, നീ ജനത്തെ കൂട്ടണം. അപ്പം ഏകദേശം 20,000-ൽ കൂടുതൽ ജനം ഗിദെയോന്റെ കൂടെയുണ്ട്. എന്തിനാണ് ഈ ജനത്തെ കൂട്ടുന്നത്? യുദ്ധം ചെയ്യാൻ വേണ്ടി, മിദ്യാന്യരെ തോൽപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മിദ്യാന്യരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ദൈവമായ കർത്താവ് ഗിദെയോനോട് പറയുകയാണ്, നീ ജനത്തെ കൂട്ടണം. പക്ഷേ ഗിദെയോൻ കൂട്ടിയ ജനമൊക്കെ ഒത്തിരി കൂടുതലാണെന്ന് ദൈവം പറയുന്നു. 2-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, യഹോവ ഗിദെയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു, എൻ്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ എൻ്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. ആകയാൽ നീ ചെന്ന് ആരെങ്കിലും ഭയവും ഭീരുതയും ഉണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു.
അപ്പോൾ ദൈവം അവിടെ പറയുകയാണ്, ജനമൊക്കെ ഒത്തിരി കൂടുതലാണ്. ദൈവത്തിന് വലിയ വലിപ്പമോ ആൾപ്പെരുപ്പമോ ഒത്തിരി സമ്പത്തോ നമ്മളെ ഒന്ന് അനുഗ്രഹിക്കാൻ ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ദേശത്തെ നമ്മുടെ ഭവനത്തെ വിടുവിക്കുവാൻ ദൈവത്തിന് അല്പം മതി, നമ്മളെ മാത്രം മതി. നമ്മൾ തന്നെ ഒന്ന് ദൈവത്തിന് മുമ്പിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ മതി, ബാക്കി കാര്യം ദൈവം ചെയ്തോളൂ. അപ്പം ഗിദെയോന്റെ കൂടെയുള്ള ജനം അധികമാണെന്ന് ദൈവം പറയുമ്പോൾ എങ്ങനെയാണ് അവരെ ഒഴിവാക്കാനുള്ള ഫസ്റ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ കർത്താവ് പറയുകയാണ്, ഭയവും ഭീരുത്വവും ഉള്ളവർ ഗിലെയാദ് പർവ്വതം വിട്ടു പോക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഭയമുള്ളവരെ ഒന്നും ദൈവത്തിന് വേണ്ട എന്നാണ് ഫസ്റ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ. ബാക്കി സെലക്ഷൻ ക്രൈറ്റീരിയ ഒക്കെ ഞാൻ പറയാം. ആദ്യത്തെ ക്രൈറ്റീരിയ ഭയവും ഭീരുത്വവും. അപ്പം ഗിദെയോന്റെ ജീവിതത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ഈ ഒരു പ്രശ്നമായിരുന്നു, ഭയമായിരുന്നു ഗിദെയോനെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഭയവും ഭീരുത്വവും അവിശ്വാസവും അങ്ങനെയുള്ളവരെ ഒന്നും ദൈവത്തിന് വേണ്ട എന്നാണ് ദൈവമായ കർത്താവ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ അവർ പൊക്കോട്ടെ, അവർക്ക് യുദ്ധം ചെയ്യുവാൻ സാധിക്കത്തില്ലെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പം ഭയവും ഭീരുത്വവും എങ്ങനെയാ മാറുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ. ഇന്ന് രാത്രിയുടെ വേളയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ആ ജീവിതങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങുമ്പോൾ ഭയങ്ങളും ഭീരുത്വങ്ങളും ഒക്കെ മാറി, അവിശ്വാസങ്ങളും മാറി. ഇന്ന് നിങ്ങളുടെ മുൻപിലുള്ള പ്രശ്നങ്ങളെ കണ്ട് നിങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ, ഭീതിപ്പെടുന്നുണ്ടെങ്കിൽ, കർത്താവേ നാളെ എന്തായി തീരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ഭയങ്ങളെല്ലാം ഇന്ന് രാത്രിയുടെ വേളയിൽ മാറിപ്പോകണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങണം. ആ സാന്നിധ്യം ഇറങ്ങി പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കട്ടെ. ആ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ഭയമെല്ലാം മാറിപ്പോകും. അപ്പോൾ ഭയമുണ്ടെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. ഭയമുണ്ടെങ്കിൽ ശത്രുവിൻ്റെ മുൻപിൽ ശത്രു കീഴ്പ്പെടത്തില്ല. കാരണം നമുക്ക് ഭയമുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകത്തില്ലല്ലോ. ഭയമുള്ളവരെ ഒന്നും ദൈവത്തിന് വേണ്ട എന്നാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ സെലക്ഷൻ. അത് കഴിഞ്ഞെങ്കിൽ 4-ാം വാക്യം 7:4 ദൈവം വീണ്ടും പറയുകയാണ്, യഹോവ പിന്നെയും ഗിദെയോനോട്, ജനം ഇനിയും അധികമാകുന്നു. അപ്പോൾ ഇത്രയൊന്നും ജനം വീണ്ടും ദൈവത്തിന് വേണ്ടാന്ന് അതിന്നും കർത്താവ് പിന്നെ സെലക്ഷൻ ചെയ്യുകയാണ്. ദൈവത്തിന് വേണ്ടി ദൈവം ജനത്തെ വേർതിരിക്കുമ്പോൾ, അല്ലെ ദൈവം ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ദൈവം ചിലരെ വേർതിരിക്കുമ്പോൾ ഒത്തിരി ക്രൈറ്റീരിയാസ് ഉണ്ട് ദൈവത്തിന് കേട്ടോ. ദൈവം ചുമ്മാ ഒന്നും ആരെയും ഇങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേക പരിപാടിക്ക് വേണ്ടി, അല്ലെ ദൈവത്തിൻ്റെ പ്രത്യേക സെലക്ഷന് വേണ്ടി ദൈവം എടുക്കത്തില്ല. ഒരുപാട് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും വചനത്തിൽ നിന്നാണ് കർത്താവ് ജനത്തെ ശോധന ചെയ്ത് പൊന്നുപോലെ നമ്മളെ പുറത്തടക്കി ദൈവത്തിൻ്റെ നാമ മഹത്വത്തിനായിട്ട് കർത്താവ് നമ്മളെ വേർതിരിച്ചെടുക്കുന്നു. അപ്പം 4-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, ഇനിയും ജനം വളരെ വളരെ അധികമാണ്. അപ്പം നീ എന്ത് ചെയ്യണം? അവരെ വെള്ളത്തിലേക്ക് കൊണ്ടുപോകുക എന്ന്. വെള്ളം എന്താണ് കാണിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകാന്ന് വെച്ചാൽ വചനത്തിലൂടെ ശോധന ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇനി പോകുന്നത് എന്ന് ദൈവം പറയുകയാണ്. വചനത്തിലൂടെ ഞാൻ ഇവരെ ഒന്ന് ശോധന ചെയ്യട്ടെ. ഭയവും ഭീതിയും ഒന്നും ഇവർക്കില്ല, ഓക്കെ. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ചൊക്കെ ഇവർ ഓക്കെ ആണോ? ഇവർക്ക് വചനത്തിനനുസരിച്ച് കീഴ്പ്പെടാൻ പറ്റുന്നുണ്ടോ? സമർപ്പിക്കാൻ പറ്റുന്നുണ്ടോ? വചനമൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് താഴ്ത്തി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? വചനത്തിന് അനുസരിച്ച് ജീവിതത്തെ ക്രമീകരണപ്പെടുത്താൻ കഴിയുന്നുണ്ടോ എന്നും കൂടെ ദൈവം നോക്കും കേട്ടോ. അതുകൊണ്ട് ദൈവവചനം കേട്ടാൽ മാത്രം പോരാ, അതിനനുസരിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തെ ക്രമീകരിച്ചാൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും കേട്ടോ. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റെടുത്താൽ ഭയങ്കര വിടുതലുകൾ നിങ്ങളുടെ ഭവനത്തിനകത്തും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ദേശത്തിലും സംഭവിക്കും. അപ്പോൾ ദൈവം അവിടെ പറയുകയാണ്, ഇവരെ വെള്ളത്തിനരികത്തിലേക്ക് കൊണ്ടുപോകുക, അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ച് തരാമെന്ന്. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോടുകൂടെ പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരണ്ട എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കും പോലെ നാവുകൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരൊക്കെയും വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരൊക്കെയും വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള കൂട്ടത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കർത്താവ് പറയുകയാണ്, വെള്ളത്തിനരികെ കൊണ്ടുപോകും. വെള്ളത്തിനരികെ കൊണ്ടുപോകുമ്പോൾ ഇവർ വെള്ളം കുടിക്കുമല്ലോ. അപ്പം ഒരു കൂട്ടർ എങ്ങനെയാണ് വെള്ളം കുടിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു കൂട്ടർ വെള്ളം കുടിച്ചത് മുട്ടുകുത്തി വെള്ളത്തിലേക്ക് കുനിഞ്ഞ് വെള്ളം കുടിച്ചു. അതായത് മുട്ടുകുത്തിയിട്ട് വെള്ളം കുടിച്ചു. പക്ഷെ വേറെ ചിലർ എങ്ങനെയാണ് കുടിച്ചതെന്നറിയാവോ? അവർ വെള്ളത്തിൻ്റെ അടുത്തോട്ട് വന്നിട്ട് കൈകൊണ്ട് വെള്ളം കോരി ഇങ്ങനെ കുടിച്ചു. മനസ്സിലായോ? അവിടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 5-ാം വാക്യം, അങ്ങനെ അവൻ ജലത്തെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കും പോലെ നാവുകൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരൊക്കെയും വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരൊക്കെയും വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. 6-ാം വാക്യം, കൈ വായ്ക്ക് വെച്ച് നക്കി കുടിച്ചവർ ആകെ 300 പേരായിരുന്നു. അപ്പം കൈ വായ്ക്ക് വെച്ച് വെള്ളം ഇങ്ങനെ വാരി കുടിച്ചവൻ വെറും 300 പേരെ ഉള്ളായിരുന്നു.
ബാക്കി ചിലരൊക്കെയും മുട്ടുകുത്തി അവരുടെയൊക്കെ സൗകര്യത്തിന്, അവരുടെയൊക്കെ ഇഷ്ടത്തിന്, അവർക്ക് തോന്നുന്ന പോലൊക്കെ അവർ വെള്ളം കുടിച്ചു. ദൈവവചനത്തിനനുസരിച്ച്, ആ ഒരു വ്യവസ്ഥ അനുസരിച്ച് ദൈവത്തിനെ സേവിച്ചാൽ മാത്രമൊക്കെ നമുക്കൊക്കെ ജയിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഗർവവും നമ്മുടെയൊക്കെ ഭാവവും നമ്മുടെയൊക്കെ ചിന്താഗതികളും വെച്ച് നമ്മൾ വചനത്തിന് മുൻപിൽ നിൽക്കാൻ പോയാൽ പറ്റത്തില്ല, നമ്മൾ ജയിക്കത്തില്ല ശത്രുവിനെ. ദൈവവചനം, ദൈവത്തിൻ്റെ വ്യവസ്ഥ എന്തു പറയുന്നു ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താലേ അവിടെ മാത്രം വിജയം നടക്കത്തുള്ളൂ. അപ്പം വെള്ളം ഇങ്ങനെ നക്കി കുടിച്ചവർ എത്ര പേരുണ്ടായിരുന്നു? 300 പേര് മാത്രമേ ഉള്ളായിരുന്നു. 20,000 കൂടുതൽ ജനമാണ് ഗിദെയോന്റെ കൂടെ ആദ്യം ഇറങ്ങി തിരിച്ചത്. അതിൽ നിന്ന് സെലക്ഷൻ കഴിഞ്ഞ് എല്ലാം ക്വാളിഫൈ ആയ ആൾക്കാർ എത്ര പേരുണ്ട്? ഇപ്പം വെറും 300 പേരുണ്ട്. അപ്പം 300 പേരെ കൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്യാൻ പോണേ? ഗിദെയോന്റെ കൂടെ അയക്കാൻ പോകുന്നു. മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ കർത്താവ് ഉപയോഗിച്ച വെറും 300 പേരെ മാത്രമായിരുന്നു. ഇനി ഈ 300 പേരെ കർത്താവ് എങ്ങനെയാണ് ഉപയോഗിച്ചത്? ഈ 7-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 7-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ അത് കാണുന്നുണ്ട്. അനന്തരം അവൻ ആ 300 പേരെ 3 കൂട്ടമായി വിഭാഗിച്ച് ഓരോരുത്തരുടെ കയ്യിൽ ഓരോ കാഹളവും വെറും കുടവും കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്തു. അപ്പോൾ ഈ 300 അതിൻ്റെ എങ്ങനെയാണ് അവരെ കൊണ്ടുപോയതും ബാക്കി ചരിത്രമൊക്കെ അതിൻ്റെ താഴെയുണ്ട്. ഞാൻ നേരെ കടന്നു വന്നത് 7:16 ഈ 300 പേരെ കൊണ്ട് കർത്താവ് എങ്ങനെയാണ് ദൈവം ഉപയോഗിച്ചത്, മിദ്യാന്യരെ എങ്ങനെയാണ് തോൽപ്പിച്ചു? ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ 300 പേരുടെ കയ്യിൽ വാളൊന്നുമില്ല, ഒരായുധവും അവരുടെ കയ്യിലില്ല. വാളുള്ള ഒറ്റ വ്യക്തി ഗിദെയോൻ മാത്രമേ ഉള്ളൂ. ഗിദെയോന്റെ കയ്യിൽ മാത്രം വാളുള്ളൂ. അത് നിങ്ങൾ ഈ അധ്യായം മൊത്തം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 300 പേരുടെ കയ്യിൽ വാളില്ല. കാരണം അവരുടെ ആയുധങ്ങളും എല്ലാം ആര് കൊണ്ടുപോയി? മിദ്യാന്യർ കൊണ്ടുപോയേക്കുക. അപ്പോൾ ഈ 300 പേരുടെ കയ്യിൽ എന്തൊക്കെയാണ് ദൈവം കൊടുക്കാൻ ഗിദെയോനോട് പറഞ്ഞു? ദൈവം പറഞ്ഞു, ഒരു കാഹളം വലത് കയ്യിലും ഇടത്തെ കയ്യിൽ എന്താണ് കൊടുക്കേണ്ടത്? ഒരു കുടവും, കുടത്തിനകത്ത് പന്തവും, തീ ആയിരിക്കണം. അപ്പം ഇത്രയും സാധനം മാത്രം ഈ 300 പേരെ 3 കൂട്ടമായിട്ട് വിഭാഗിച്ച് നിർത്തി. ഓരോരുത്തരുടെ കയ്യിൽ എന്തൊക്കെ വേണം? കാഹളവും കുടവും കുടത്തിനകത്ത് പന്തവും വേണമെന്ന് പറഞ്ഞു. ഈ ഓരോരുത്തരും ഓരോ അർത്ഥങ്ങളുണ്ട്. കാഹളം എന്ന് വെച്ചാൽ എന്താണ്? കാഹളം കാണിക്കുന്ന സ്തുതിയെയാണ് കാണിക്കുന്നത്. സ്തുതി മാത്രമാണ് നമ്മുടെ ബലം, നമ്മുടെ ആയുധം സ്തുതിയാണ്. വചനമൊക്കെ കഴിഞ്ഞ്, വചനത്തിന്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇവർ വരികയാണ്. 300 പേര് അടുത്ത് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? സ്തുതി കൊണ്ട് ജയിച്ചു മിദ്യാന്യരെ. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരുടെ വലത് കയ്യിൽ കാഹളം, ഇടത് കയ്യിൽ കുടത്തിനകത്ത് പന്തം. അപ്പം ഞാനത് അങ്ങോട്ട് വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചാൽ മതി. ഗിദെയോൻ പറയുകയാണ് എന്ത് ചെയ്യണം. ദൈവം ഗിദെയോന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. അതായത് കാഹളം ഫസ്റ്റ് ഊതണം. കാഹളം ഊതി കഴിഞ്ഞിട്ട് കുടം തകർക്കണം. കുടം തകർക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? തീയുണ്ട്. അപ്പം കയ്യിൽ വാളോ ഒന്നുമില്ല. ദൈവം പറയുകയാണ് കാഹളം ഊതുമ്പോൾ കുടം തകർക്കണം. കുടത്തിനകത്ത് പന്തം അല്ലെങ്കിൽ തീ നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം. അപ്പം നിങ്ങൾ ആ സീൻ ഒന്ന് ആലോചിച്ച് ചോദിക്കും. 300 പേരുടെ കയ്യിൽ കുടമുണ്ട്, കാഹളമുണ്ട്, കുടത്തിനകത്ത് തീയുണ്ട്. കാഹളം ഊതി അവർ സ്തുതി കരേറ്റി ദൈവത്തിന്. അവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് പറയേണ്ടത്? കാഹളം ഊതുമ്പോൾ കാഹളം ഊതി യഹോവയ്ക്കും, 18-ാം വാക്യത്തിലുണ്ട്, യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി എന്ന് പറയുവിൻ. അപ്പം ഈ 300 പേര് കാഹളം ഊതിയിട്ട് പറയുകയാണ് യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി ദൈവത്തിന് സ്തുതി പറയുകയാണ്. എന്നിട്ട് അവർ കുടം തകർക്കുന്നു. കുടം എന്താണ്? നമ്മുടെ ജഡം, നമ്മുടെ ജഡീകമായ ചിന്തകൾ, നമ്മുടെ ആത്മീയനല്ലാത്ത ആ ഒരു മനുഷ്യനുണ്ടല്ലോ, പ്രാകൃത മനുഷ്യൻ. ആ മനുഷ്യനാണ് കുടത്തെ കാണിക്കുന്നത്. കുടത്തെ തകർക്കുമ്പോൾ എന്താണ് അതിൽ വ്യാപരിക്കുന്നത്? അതിൽ ആരാണ് ഇറങ്ങി വരുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ തീയാണ് അവിടെ വ്യാപരിക്കുന്നത്. അപ്പം കാഹളമൂതുമ്പോൾ കുടം തകരുന്നു, മൺകുടം ഉടയുന്നു, കർത്താവിൻ്റെ തീ വെളിപ്പെടുന്നു. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ നടന്നു. ഒറ്റ മനുഷ്യനെ പോലെ ദൈവം ഗിദെയോനെ ഉപയോഗിച്ചത്. വാളും കൊണ്ടോ കുതിരകൾ കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ അല്ല. ദൈവത്തിൻ്റെ ജനത്തെ വിടിവിക്കുവാൻ ദൈവത്തിന് ഒന്നും ആവശ്യമില്ല. സ്തുതി മാത്രമാണ് അവരുടെ ആയുധം അന്നേരം ഉണ്ടായിരുന്നത്. സ്തുതി, അതായത് നമ്മുടെ പ്രാകൃത മനുഷ്യൻ, നമ്മുടെ ജഡത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ അവർ സ്തുതി പാടിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി. ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങിയപ്പോൾ എല്ലാവരും പ്രകാശിച്ചു. കർത്താവ് പ്രകാശിച്ചു, ദൈവമായ യഹോവ പ്രകാശിച്ചിട്ട് ഈ പ്രകാശം കണ്ടിട്ട്, ഇത്ര ഭയങ്കരമായ തീ കണ്ടിട്ട് ഈ മിദ്യാന്യരുടെ പാളയത്തിൽ ഇരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ചുപോയി. അവസാനം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ചത്തുപോയി, മരിച്ചുപോയി. അങ്ങനെയാണ് ദൈവമായ കർത്താവ് അവർക്കൊന്ന് വിജയം കൊടുത്തത്. ഇത് ഭയങ്കര ഒരു വിജയമായിരുന്നു. ഗിദെയോനിലൂടെ ദൈവം
ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വെളിപ്പാടാണ് അവരെ കാണുന്നത് അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാട് പുതിയ നിയമത്തിൽ വ്യക്തമായിട്ടത് പറയും. അതിൻ്റെ എല്ലാ പൊരുളുകളും പഴയ നിയമത്തിൽ അതുപോലുണ്ട്. ഈ ഗിദെയോൻ്റെ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്ന് ഈ വചനം നിങ്ങൾ ഏറ്റെടുത്താൽ വ്യക്തമായി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ എല്ലാ ജീവിതത്തിനും ഒരു വ്യത്യാസങ്ങളാണ് കൽപ്പിക്കാൻ പോകുന്നത് കേട്ടോ. അത് നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ദേശത്തിലും ആ വ്യത്യാസം വെളിപ്പെടും. ശത്രുവിൻ്റെ ഏത് ബലിപീഠവും തകരും. ഏത് ശത്രുവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകും. കാരണം നിങ്ങളെ കണ്ടല്ല ശത്രു ഓടാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആയുധം എന്താണ്? ദൈവത്തിൻ്റെ സ്തുതിയാണ്, കർത്താവിൻ്റെ സ്തുതിയാണ് അവിടെ വെളിപ്പെടുന്നത്. കർത്താവിൻ്റെ സ്തുതി എങ്ങനെയാണ് വെളിപ്പെടുന്നത്? നമ്മുടെ പ്രാകൃത മനുഷ്യൻ തകരുമ്പോൾ, ദൈവത്തിൻ്റെ നാമം ഉയരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇറങ്ങുമ്പോൾ ദൈവനാമം ഉയരുന്നു, കർത്താവ് നമ്മളോട് ശോഭിക്കുന്നു. ആ തീയാണ്, പരിശുദ്ധാത്മാവിൻ്റെ തീയാണ് നമ്മളോട് ശോഭിക്കുമ്പോൾ കർത്താവ് അവിടെ നമുക്ക് വിജയം തരാൻ പോകുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, ഈ ഗിദെയോൻ്റെ ഭാഗം നിങ്ങൾ തന്നെ ഇരുന്ന് വായിക്കണം. ഇതിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ആരുടെയും കഴിവല്ല കേട്ടോ, ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രം നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങളെ കൽപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതം പരിശുദ്ധാത്മാവും കൊണ്ട് ദൈവത്തിൻ്റെ വചനം കൊണ്ട് മാത്രം മാറ്റം വരുവാൻ കഴിയത്തുള്ളൂ. എത്ര വലിയ ശത്രു അല്ലെ, നിങ്ങൾ എത്ര വലിയ പ്രതികൂലത്തിൽ ഇന്നായിക്കോട്ടെ, നിങ്ങൾക്കൊക്കെ പറയാൻ ഒരുപാട് വിഷയങ്ങൾ കാണും, എനിക്കും അതുപോലൊക്കെ വിഷയങ്ങളുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിന് കഴിയാത്ത ഒരു കാര്യമില്ല. ഈ വെളിപ്പാട് ഞാൻ വായിച്ചപ്പോൾ ദൈവത്തെ ഞാൻ സ്തുതിച്ചു പോയി. കർത്താവ് എത്ര വലിയവനാണ്, അവൻ്റെ പ്രവൃത്തി എത്ര വലുതാണ്, ഈ വചനത്തിനകത്ത് എത്ര വിലയേറിയ മുത്തുകളുണ്ട്. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെയും ഞങ്ങളുടെയും അല്ലെ ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി കർത്താവ് നമ്മളെ ഈ രാജ്യത്താക്കി വെച്ചിരിക്കുക. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ദേശത്ത് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്ന ഓരോ ഗിദെയോന്മാരാണ് നിങ്ങളും ഞാനും. കർത്താവിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ നീ ഭീരുത്വം മാറി വിശ്വാസത്തിൻ്റെ വാക്കുകൾ അല്ലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ നാമം ഉയരും, ശത്രു തകരും. ദൈവനാമത്തിൽ അനേക ജനങ്ങൾ ഈ പ്രകാശത്തിലൂടെ, ഈ വചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരും. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് ഒരു വാക്യം കൂടെ ഞാൻ പറയാം. അവിടെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് കാണുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ, ഈ ഗിദെയോൻ അവിടെ രണ്ടുപേരോട് ചോദിക്കുകയാണ്. ചോദിച്ചു കഴിയുമ്പോൾ അവരോട് ഗിദെയോൻ ചോദിക്കുകയാണ്, നിങ്ങൾ താബോറിൽ വെച്ച് കൊന്ന പുരുഷന്മാർ എങ്ങനെയുള്ളവരായിരുന്നു എന്ന് ചോദിച്ചു. അവർ നിന്നെപ്പോലെ ഓരോരുത്തൻ രാജകുമാരന് തുല്യനായിരുന്നു എന്നവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ ഈ ശത്രുവാണ് പറയുന്ന ഗിദെയോനോട്, നിന്നെപ്പോലെ തന്നെ അവർ രാജകുമാരന്മാരുടെ ഫേസ് ആയിരുന്നെന്ന്. അവരുടെ മുഖം രാജകുമാരന്മാരുടെ ഫേസുകൾ, മുഖം പോലെ ശോഭയുള്ളതായിരുന്നു. ആരാ ദൈവത്തിൻ്റെ രാജകുമാരന്മാർ? നിങ്ങളും ഞാനുമാണ് കർത്താവിൻ്റെ രാജകുമാരന്മാർ. ദൈവത്തിൻ്റെ ശോഭ നമ്മളിൽ വെളിപ്പെടുമ്പോൾ നമ്മുടെ ഒന്നും സൗന്ദര്യമൊക്കെ അവിടെ പോകും. അവിടെ ദൈവത്തിൻ്റെ സൗന്ദര്യമാണ് വെളിപ്പെടുന്നത്, ദൈവത്തിൻ്റെ പ്രകാശമാണ് നമ്മളിലൂടെ വെളിപ്പെടുന്നത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണല്ലേ. കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഈ വചനത്തിലൂടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വിടുതലുകളെ ചെയ്യട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വചനം ദൈവകരങ്ങൾ ഏൽപ്പിച്ച് നിങ്ങളെ തന്നെ സമർപ്പിക്കണം. കർത്താവ് എല്ലാ ജീവിതങ്ങൾക്കും വലിയ വിടുതലും അനുഗ്രഹവും പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം.